രാഹുൽ, വളരെ സാഹസികമായ ഒരു റിപ്പോർട്ടിംഗ് ദൗത്യമായിരുന്നു, സംശയമില്ല. ആ ദൗത്യത്തിനൊടുവിൽ ഗോവിന്ദചാമിയെ പിടികൂടുന്നത് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഗോവിന്ദചാമി പിടികൂടപ്പെട്ടിരിക്കുന്നു. ഗോവിന്ദചാമിയെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? വൈദ്യപരിശോധനയും മറ്റുമുണ്ടോ? ഒപ്പം ഈ എങ്ങനെയാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് എന്നും രാഹുലിന് വിശദീകരിക്കാം. അഭിലാഷ്, ഇപ്പോൾ ഗോവിന്ദചാമിയെ പിടികൂടിയ ആ സ്ഥലത്താണ്. ഇതാണ് കിണർ. ഈ കിണറിൽ ഇറങ്ങിയാണ് ഗോവിന്ദചാമി പോലീസുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കണ്ണുവെട്ടിച്ച് ഒളിച്ചു കഴിയാൻ ശ്രമിച്ചത്. നിറയെ വെള്ളമുള്ള കിണറാണ്, അതിൻ്റെ പടവിലാണ് ഗോവിന്ദചാമി ഒളിച്ചിരുന്നത്. അതായത് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല, ആഴത്തിൽ തന്നെ വലിയ അളവിൽ വെള്ളമുള്ള കിണറാണ് ഇത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ്, അതായത് സർക്കാരിൻ്റെ ഓഫീസ് തന്നെയാണ്. അവിടെയുള്ള അതിൻ്റെ പിറകിൽ, ആ ഓഫീസിനുള്ള പിറകിലുള്ള കിണറ്റിലാണ് ഈ വിധത്തിൽ ഒളിച്ച് കഴിഞ്ഞിരുന്നത്. ഈ കയറ് ഇവിടെ കാണാൻ കഴിഞ്ഞു. ഈ കയറിൽ പിടിച്ചുകൊണ്ട് കിണറിൻ്റെ പടവിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസുകാർ നേരത്തെ ഇതിന് മുകളിലൂടെയൊക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാട് പിടിച്ച സ്ഥലം ഈ പിറകിൽ കാണുന്ന മതിലിനപ്പുറത്താണ്, അവിടെയൊക്കെ വന്ന് തിരഞ്ഞതാണ്. ആ സമയത്ത് ഗോവിന്ദചാമിയെ കാണാതെ പോയത് ഈ കിണറിൻ്റെ ഈ കയറിൽ പിടിച്ചുകൊണ്ട് പടവിലേക്ക് ഇറങ്ങി ഒളിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതന്നെയായാലും നമ്മൾ കേരളം കാത്തിരുന്ന ആ ഒരു വിവരം, ഗോവിന്ദചാമിയെ പിടികൂടി എന്നുള്ളത് നമുക്ക് തത്സമയം റിപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞു. ഇവിടെ നിന്ന് മാതൃഭൂമി ന്യൂസിന് മാത്രമാണ് തത്സമയം അത് നൽകാൻ കഴിഞ്ഞത്. നമുക്ക് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മോടൊപ്പം ചേരും. കേരളക്കാരെ ഒന്നടങ്കം തിരയുകയായിരുന്നു ഗോവിന്ദചാമിയെ. ഈ കിണറ്റിലാണല്ലോ വന്ന് ഒളിച്ചിരുന്നത്. അതെ, നിങ്ങൾ അങ്ങനെ അറിയുന്നത്? ഞങ്ങൾ ആദ്യ ഒരു പ്രാവശ്യം വന്ന് എല്ലാം ചെക്ക് ചെയ്താണ് ഇവിടെ വന്നിട്ട്. ആ സമയത്ത് ഇവിടെ ഒന്നും കണ്ടില്ല. പിന്നെ എഗൻ ആര് പറഞ്ഞു ഇങ്ങനെ ഗോവിന്ദചാമിനെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കിട്ടിയില്ല എന്ന് പറഞ്ഞു. എഗൻ നമ്മൾ വീണ്ടും വന്നപ്പോൾ ഒരു പക്ഷേ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടിപ്പോയല്ലോ. അപ്പോൾ ഒരു പക്ഷേ ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീണ്ടും ഈ ലോക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് നോക്കാൻ കാരണം. ജസ്റ്റ് കിണറ്റിൽ നമ്മൾ നോക്കുമ്പോഴേക്കും അവൻ വെള്ളത്തിലുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എല്ലാവരും ഒന്നടങ്കം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കുറ്റവാളി ആദ്യം കണ്ടപ്പോൾ എന്താ തോന്നിയത്? അത് നമ്മുടെ കിണറ്റിൽ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, അതൊന്നും പറയാനില്ല. അന്നാണ് അത്ര ഒരു എന്താ പറയുക. ചേച്ചി ഇവിടുത്തെ സ്റ്റാഫല്ലേ? ഞാൻ ഇതിന് മുൻപിലൂടെ വന്ന് നേരത്തെ ചോദിച്ചിരുന്നില്ലേ എന്തെങ്കിലും വിവരം ഉണ്ടോന്ന്? അതെ, ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടിരുന്നില്ല. രണ്ടാമത് എന്താന്ന് വെച്ചാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അപ്പോഴും പിന്നെയും അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഇതാണല്ലോ, കാരണം ഇവിടെ ആളൊഴിഞ്ഞല്ലോ ബഹളം അങ്ങോട്ടായപ്പോൾ. അപ്പോൾ വീണ്ടും പറഞ്ഞതാ നമുക്ക് ഇവിടെ ഒന്നുകൂടി നോക്കാം, കാരണം ഇവിടെ ആളൊഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിലോ. അങ്ങനെയാണ് വീണ്ടും വന്ന് നോക്കിയത്. ഇതന്നെ നമ്മൾ തെരയുന്നു പറഞ്ഞ പറമ്പല്ലേ? അത് തന്നെ, ഇതായിരുന്നു. ഈ മതില് ചാടി വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ ആൾക്കാരും അങ്ങോട്ട് പോയപ്പോൾ ചാൻസ്, കാരണം അവര് അവിടെ ആ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു തോടാണ്. അപ്പൊ ആ തോടിലാണ് ആൾക്കാർ ആദ്യം ഫസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടാം. നല്ല ആശ്വാസമായി. പിന്നെ കണ്ടുപിടിച്ചതിന്റെ സന്തോഷം നമുക്ക്. നമ്മുടെ കിണർ അതിന് കാരണമായി. സാർ, ഇത് എന്ത് ഓഫീസായിരുന്നു കൃത്യമായിട്ടും? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്, സെൻട്രൽ ഗവൺമെന്റ് ഓഫീസാണ്. ഇവിടെ കുറെ സ്റ്റാഫുകളുണ്ട്. മഴക്കാലം മാത്രം വെള്ളം ഒഴുകുന്നു. അത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ കിണറിലാണ് കൊടുങ്കുറ്റവാളി ഗോവിന്ദചാമി വന്ന് ഒളിച്ചിരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഈ കയറ് അത്ര നീളമില്ലാത്ത കയറാണ്. അതായത് ഈ മോട്ടറൊക്കെ കെട്ടിയതിന് ശേഷം